ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആര് പറഞ്ഞിട്ടാ നീ മുത്തശ്ശനെ കൊല്ലാൻ പ്ലാൻ ചെയ്തത്? ഒന്നും ചെയ്തില്ല ആന്റി. എന്നിട്ട് കള്ളം പറയുന്നോടി. മോള് വാ വാ മോള്. ആ വന്ദനയെ ആ അസുരമിത്തിനെ ഇവിടെ പൊറുപ്പിക്കാനാണ് ഭാവമെങ്കിൽ കരുണാകര, നിന്റെ ആയുസിന് ഒരു ഉറപ്പുമില്ല. ദൈവം എന്നെ പറഞ്ഞു വിട്ട് തലനാരിഴക്കല്ലേ നിന്നെ രക്ഷപ്പെടുത്തിയത്. ഓ, ആ ചെടിച്ചട്ടി എങ്ങാനും നിന്റെ മൊട്ടത്തലയ്ക്ക് വീണരുതെങ്കിലോ? എന്റെ ഭഗവതി, എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. എന്തൊരു ക്രൂരതയാ നിന്നോട് കാണിക്കുന്നേ. എന്റെ കുഞ്ഞിനിതെല്ലാം സഹിക്കാനുള്ള ശക്തി കൊടുക്കണേ എന്റെ ദേവി. അയ്യോ, അപ്പച്ചി കരയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്താ അപ്പച്ചി പ്രശ്നം? എന്താ ഇവിടെ പ്രശ്നം? അത് ശരി, അപ്പൊ ആരും ഒന്നും അറിഞ്ഞില്ലേ? ഈ ജന്തുവേ ടെറസിന്റെ മോളിൽ നിന്നൊരു വലിയ ചെടിച്ചട്ടി തള്ളിയിട്ട് എന്റെ കർണാടനെ കൊല്ലാൻ നോക്കി. മോളെ, നീയാണോ ആ ചെടിച്ചട്ടി തള്ളിയിട്ടത്? ആണെങ്കിൽ മോള് പറ. അറിയാതെ ആണെങ്കിലും മോള് ചെടിച്ചട്ടി തൊട്ടോ? ഇല്ല, ദിയമ്മള് പട്ടം കുടുങ്ങിയത് എടുത്തേ ഉള്ളൂ. ചെടിച്ചട്ടിയിൽ ദിയമ്മള് തൊട്ടിട്ടോലും ഇല്ല. വന്ദനമ്മയാണ് സത്യം. നൊട്ടാക്കുറുക്കാത്ത കള്ളം പറയുന്നോടി അസത്തെ. സാധാരണ പിള്ളേര് പട്ടം പറത്തുന്നത് താഴെ നിന്നാ. നീ എന്തിനാണ് ഈ വലിഞ്ഞ് ടെറസിൽ കയറിയത്? കൊലപാതകം ചെയ്യാനുള്ള ഉദ്ദേശത്തോടെയല്ലേ? സത്യം പറയണം. സത്യം പറഞ്ഞാൽ നിന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കത്തില്ല. അല്ലെങ്കിൽ നിന്നെ ഞാൻ പോലീസിന് പിടിച്ചു കൊടുക്കും. ഇവിടുത്തെ മുത്തച്ഛൻ MLA ആയിരുന്ന ആളാണെന്ന് നിനക്കറിയാലോ. സത്യം പറയടി. അപ്പച്ചി വല്ലത് തെറ്റിദ്ധരിച്ചിരിക്ക. അങ്ങനെ കരുതി കൂട്ടി കൊലപാതകം നടത്താനുള്ള പ്രായമൊന്നും ദിയമോൾക്കില്ല. ആരും ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുമില്ല. അബദ്ധത്തിലെ കൈ ഇങ്ങനെ തട്ടി വീണതായിരിക്കും. ആ തെറ്റിന് ഞാൻ ദിയമോൾക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്നു. വേണ്ട, നീ പൂങ്കണ്ണീരും പൊഴിച്ച് മാപ്പ് പറഞ്ഞ് പ്രശ്നം ഒഴിവാക്കാൻ നോക്കണ്ട. നിങ്ങൾ അമ്മയും മോളും ഈ കേസിൽ നിന്ന് അത്ര പെട്ടെന്ന് ഊരി പോവൊന്നുമില്ല. മോള് പറ, ആര് പറഞ്ഞിട്ടാ നീ മുത്തശ്ശനെ കൊല്ലാൻ പ്ലാൻ ചെയ്തത്? ഒന്നും ചെയ്തില്ല ആന്റി. എന്നിട്ട് കള്ളം പറയുന്നോടി. വേണ്ട, അങ്ങനെ ഇല്ലാത്ത കാരണം ഉണ്ടാക്കി കാളിയാട്ടം ആടിയാലൊന്നും ഇവിടെ നിന്ന് ആരും പുറത്തു പോകാൻ പോകുന്നില്ല. അങ്ങനെ വല്ല ഉദ്ദേശവും എന്റെ അപ്പച്ചിക്കും ഏട്ടത്തിക്കും ഉണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക്. കർണാര, നീ എന്താടാ ഒന്നും മിണ്ടാത്തെ? ഓട്ടിച്ചിറക്കടാ രണ്ടിനെ. ഈ തള്ളയും മോളും പടിയിറങ്ങിയാലേ ഈ കുടുംബം ഗുണം പിടിക്കൂ. അച്ഛാ, അപ്പച്ചിയുടെ വാക്ക് കേട്ട് വന്ദനയും മോളെ അടിച്ചിറക്കണമെന്ന് അച്ഛന് തോന്നുന്നുണ്ടെങ്കിൽ അത് പറയണം.
വന്ദന എന്റെ ഭാര്യ. അവളെ പോറ്റേണ്ടത് എന്റെ ചുമതലയാ. അവളെ മോളെ ഇറക്കി വിട്ടാ അവരോടൊപ്പം ഞാനും ഈ വീടിന്റെ പടിയിറങ്ങും. പിന്നെ അച്ഛനെ ശല്യപ്പെടുത്തിക്കൊണ്ട് ഈ മകൻ ഒരിക്കലും ഈ പടി കയറില്ല. തീരുമാനം ആലോചിച്ചിട്ട് പറയാച്ച. വാ വന്ദനെ, വാ മോളെ, വാ. ചേച്ചി, ഞാൻ ആദ്യം ഈ പ്രശ്നത്തെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് വേണ്ടത് ചെയ്യാം. നാത്തൂന് സ്വന്തമായി ബംഗ്ലാവും പറമ്പും പേരക്കുട്ടികളും ഒക്കെ ഉണ്ടല്ലോ. ഇവിടെ പൊരുത്തപ്പെട്ടു പോവാൻ കഴിയുന്നില്ലെങ്കിൽ നിന്നു മുഷിയാതെ മടങ്ങി പോകുന്നതായിരിക്കും നല്ലത്. അതാണ് അപ്പച്ചി, അമ്മായിയുടെ ഉള്ളിലിരിപ്പ് പുറത്തു വന്നപ്പോ അപ്പച്ചിക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? അമ്മായിയും ജഗനും വന്ദനയും ഒത്തുചേർന്ന് അപ്പച്ചിയെ പുറത്തു ചാടിക്കാനാ പരിപാടി. സൂക്ഷിച്ചില്ലെങ്കി അപ്പച്ചി എപ്പ പുറത്തു പോയെന്ന് ചോദിച്ചാ മതി. അറിയാടി, ഇതൊന്നും കേട്ട് ആനന്ദവല്ലി കുലുങ്ങില്ല. അമ്പൊടുങ്ങാത്ത ഒരമ്പറയാ ആനന്ദവല്ലിയുടെ തോടിലുള്ളത്. തന്ത്രങ്ങൾ ഇനി പയറ്റാൻ കിടക്കുന്നതേ ഉള്ളൂ. പട്ടത്തിന്റെ ചരട് കയ്യിന്ന് പോയി. പട്ടൻ ടെറസിൽ ഉടക്കുകയും ചെയ്തു. അപ്പച്ചിയുടെ പ്രാക്കുണ്ടായിരിക്കും. എന്നാ ഓക്കെ. എന്നാ ചെല്ല. മാനത്തെ കൊട്ട